Realme അടുത്തിടെ പുറത്തിറക്കിയ Realme GT2 Proയുടെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയും കൂടി ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഓൾറെഡി ഇതിൻ്റെ അസ്മർ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഇപ്പോൾ തന്നെ പോയി ചാനൽ വിസിറ്റ് ചെയ്ത് കാണുക. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ബോക്സിംഗ് പാക്കേജ് നോക്കുന്ന സമയത്ത് ടിപ്പിക്കൽ Realme GT സീരീസ് ബോക്സിംഗ് പാക്കേജിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വൈറ്റ് കളർ ബോക്സിംഗ് പാക്കേജാണ് കൊടുത്തിട്ടുള്ളത്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന നേരത്തെ നമ്മുടെ ഡിവൈസ് നമുക്ക് ഫ്രണ്ടിലായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് ഒരു സിൽക്കൺ കേസും ബോക്സിൻ്റെ അത് കിട്ടുന്നുണ്ട്. വളരെ ഗ്രേ കളർ ആയിട്ടുള്ള ഒരു ഫിനിഷുള്ള ഒരു ഹാർഡ് സിൽക്കൺ കേസാണ് കൊടുത്തിട്ടുള്ളത്. മറ്റ് സ്മാർട്ട് ഫോണിലെ പോലൊന്നുമല്ല, നല്ല കേസാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 65 വാട്ട്സിൻ്റെ ഒരു സൂപ്പർ ഡാറ്റ് ചാർജറും കൂടെ ബോക്സിനകത്ത് ഇൻക്ലൂഡ് ആണ്. ടൈപ്പ് എ ടു ടൈപ്പ് സിയുടെ ഒരു കേബിളും കൂടെ ബോക്സിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. സോ ഡിവൈസിൻ്റെ ബോക്സിൻ്റെ അത് നമുക്ക് ടോട്ടൽ ഇത്ര സാധനങ്ങൾ മാത്രമാണ് കിട്ടുന്നത്. ഡിവൈസിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ റിയലി അമേസിങ് ഫോണെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സ്മാർട്ട് ഫോൺ ബൂട്ടപ്പ് ആവുന്ന സമയത്ത് റിയൽമിയുടെ ബൂട്ടപ്പിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡിവൈസിൻ്റെ അകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Realme UI 3.0 ആണ് റൺ ആവുന്നത്. ആൻഡ് വിത്ത് ആൻഡ്രോയിഡ് 12 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ്രോയിഡ് 12ൻ്റെ അപ്ഗ്രേഡ് കൊടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാടധികം ഫീച്ചേഴ്സ് Realme ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് പറയാനുള്ളത് ഇവരുടെ കുറേ ബഗ്സ് ആണ്, അത് സോൾവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വിർച്വൽ റാമിലുള്ള കുറച്ച് ബഗ്സ് സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാമറ, അതായത് നമ്മുടെ ക്യാമറയ്ക്ക് ഇപ്രാവശ്യം ഒരു കിടിലൻ, അതായത് ഞാൻ റിയൽമിക്ക് ഇതിന് ബിഗ് താങ്ക്സ് തന്നെ പറയും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാ ക്യാമറ ആപ്ലിക്കേഷൻ, ഐ മീൻ റിയൽമിയിലെ ആൻഡ്രോയിഡ് 11ഉം ആൻഡ്രോയിഡ് 10 ഒക്കെ ഉള്ള ഒരു ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു UI വളരെ ബോറിംഗ് ആയിരുന്നു. ബട്ട് ഇപ്രാവശ്യം അവരൊരു സ്റ്റോക്ക് ഫീലാണ് ഈ ഒരു ക്യാമറ UIക്ക് അത് കൊണ്ടുവന്നിട്ടുള്ളത്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ബിക്കോസ് ഇതിനകത്ത് നമുക്ക് വേറൊരു മാഗ്നിഫിഷൻ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്ക് ഫീൽ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റുള്ള ഡിവൈസുകൾക്കും വൈകാതെ തന്നെ ഈ ഒരു സ്റ്റോക്ക് ക്യാമറ UI ഉള്ള ആപ്ലിക്കേഷൻ അവൈലബിൾ ആയിട്ട് വരും. ആൻഡ് ഈ ഒരു ഡിവൈസിൻ്റെ ഒരു റിവ്യൂ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതായത് ആദ്യം തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽറ്റാണ് നോക്കാനുള്ളത്. ഡിസൈൻ ആൻഡ് ബിൽറ്റിൽ നമുക്ക് ടോട്ടൽ ബാക്ക് വശവും കറക്റ്റ് സെയിം കോപ്പി എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ആ ഒരു ക്യാമറ മോഡ്യൂൾ എടുത്തിട്ടുള്ളത് Realme GT Neo 2ൽ നിന്നും അതോടൊപ്പം നോഡിൽ നിന്നും, അതായത് നോഡ് 2ൽ നിന്നും കുറച്ചുകൂടെ എന്താ പറയുക, അവർക്ക് ഇഷ്ടപ്പെട്ടെടുത്തൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് പാനലിൻ്റെ ഫിനിഷ് കൊടുത്തിട്ടുള്ളത് Realme GT Masterൻ്റെ ആണ്. ബട്ട് Realme GT Masterൽ കണ്ട ഒരു ബ്ലോക്ക് ഫിനിഷ് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. ബട്ട് അത് നമ്മുടെ റിയൽമിയുടെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ മൊഡ്യൂളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. ചിൻസ് ആൻഡ് ബെസലെസ് മാക്സിമം കുറച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോട്ടം പാർട്ട് നോക്കുകയാണെങ്കിൽ സിമ്മിടാനുള്ള സ്ലോട്ട് കാണാനായിട്ട് പറ്റും. പ്രൈമറി മൈക്ക്, ടൈപ്പ് സി പോർട്ട് ആൻഡ് നമ്മുടെ മോണോ സ്പീക്കേഴ്സും കാണാനായിട്ട് പറ്റും. ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു 6.67 ഇഞ്ചസിൻ്റെ LTPO2 AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് റിയൽമി എല്ലാ പ്രാവശ്യം തരുന്ന പോലെ തന്നെ 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. HDR10+ സപ്പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്, ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിസ്പ്ലേ ആണ് ഇപ്രാവശ്യം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. കളേഴ്സും എല്ലാം നല്ല ആക്യുറേറ്റ് തന്നെയാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ നമ്മൾ നോക്കുന്ന സമയത്ത്, അതായത് Realme GT2 Pro ക്യാമറയിൽ ഒരു ബിഗ് താങ്ക്സ് തന്നെ കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഡുവൽ 50 മെഗാ പിക്സൽ ക്യാമറയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയാനുള്ള ഒരു മാഗ്നിഫിഷൻ ക്യാമറയാണ്, അത് 2 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ബാക്കി രണ്ടെണ്ണം 50 മെഗാ പിക്സലിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡും 50 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും ഡുവൽ ക്യാമറാസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ടോട്ടലി 3 ക്യാമറയും 2 ഫ്ലാഷ് ലൈറ്റും നമുക്ക് ബാക്കിലായിട്ട് പറ്റുന്നുണ്ട്, അതായത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസൈൻ നമ്മുടെ നോട്ട് 2ൽ നിന്നും അതോടൊപ്പം Realme GT Neo 2ൽ നിന്നും കൂടെ മിക്സ് ചെയ്ത ഒരു ക്യാമറ മൊഡ്യൂൾ ഡിസൈനാണ് ബാക്കിൽ കൊണ്ടുവന്നിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് Realme ഡിസൈൻഡ് ബൈ മാസ്റ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. അതെനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആ ഒരു ബ്ലോക്കിഷ് ഫിനിഷ് കൊടുത്തിട്ടില്ല. സ്മാർട്ട് ഫോണിലെ പ്രൈമറി ക്യാമറയിൽ എടുത്ത ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ മികച്ച ക്ലാരിറ്റി തന്നെ ഡേ ലൈറ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അൾട്രാ വൈഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ രീതിയിലാണ് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് അതിൻ്റെ നോർമൽ ആയിട്ടുള്ളൊരു ഷോട്ടും അതോടൊപ്പം ഇത് കുറച്ചുകൂടെ സൂംഡ് ആയിട്ടുള്ള ഷോട്ടും, ഇത് അതിൻ്റെ 2x അല്ലെങ്കിൽ 20x ഫോട്ടോഷൂട്ടും അതോടൊപ്പം ഇത് അതിൻ്റെ 30x ഫോട്ടോഷൂട്ടുമാണ്. ആൻഡ് നൈറ്റ് മോഡിൻ്റെ കാര്യമൊന്നും പറയാനൊന്നുമില്ല, നല്ല ഫോട്ടോസ് തന്നെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. എല്ലാ പ്രാവശ്യം കിട്ടുന്ന പോലെ തന്നെയാണ് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. മാക്രോ ക്യാമറയുടെ കാര്യം, റിയൽമിയുടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് സമയത്ത് തന്നെ അവർ പറഞ്ഞൊരു സംഭവമാണ്, ഇതിൻ്റെ അകത്ത് 150 ഡിഗ്രിയിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടെന്ന് അഡ്വർടൈസിങ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്കൊരു സ്പിരിക്വൽ ഷേപ്പിലുള്ള
350-degree ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ നല്ല ഫോട്ടോസ് തന്നെയാണ്, കാണാനായിട്ടൊക്കെ നല്ല രസമുണ്ട്. അതോടൊപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് തേർഡായിട്ട്, അതായത് മൂന്നാമതായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു മാഗ്നിഫിഷ്യൻ ക്യാമറയാണ്. ഇതൊരു സ്മാർട്ട് ഫോണിൻ്റെ പിക്സൽസിൻ്റെ ഫോട്ടോയാണ്. ഒരു സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേയുടെ പിക്സലിൻ്റെ ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് റിയൽമി GT 2 പ്രോയ്ക്ക് അത് എടുത്തതാണ്. ഇവരുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകുന്നുണ്ട്. കുറച്ചുകൂടി നല്ല പേരുകൾ ഇറക്കാമായിരുന്നു, ബട്ട് സെയിം ഡിസൈൻ ആയതുകൊണ്ടായിരിക്കും ഈ ഒരു സെയിം പേരിൽ തന്നെ അവർ കൊണ്ടുപോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ GT സീരീസ് വളരെയധികം മികച്ച് കത്തിക്കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ആ ഒരു പേരിൽ അവരത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. സ്നാപ്ഡ്രാഗണിൻ്റെ ഒരു 4nm പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 8th ജെന്നിൻ്റെ ഫസ്റ്റ് ജനറേഷൻ പ്രോസസ്സറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് GT മോഡ് അവൈലബിൾ ആണ്. സോ അതിട്ട് നമുക്ക് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാൻ നേരത്ത് നല്ല സ്മൂത്ത് ആയിരിക്കും. ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കാനില്ല. ഇവരുടെ ഗെയിം ടൂൾ ബോക്സിൽ തന്നെ നമ്മുടെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകം കുറേ മോഡുകൾ തന്നിട്ടുണ്ട്. അതിട്ട് നമ്മൾ കളിച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഹീറ്റൊന്നും ഈ ഒരു ഡിവൈസിൽ നിന്ന് വരില്ല. സോ ഞാൻ ഇതിൻ്റെ റിവ്യൂവിൽ പറയുന്നതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ. ബാറ്ററി ആൻഡ് ചാർജിങ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് 5000 mAh ബാറ്ററിയാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റിൻ്റെ കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് 189 ഗ്രാമും അതോടൊപ്പം 199 ഗ്രാമും വെയിറ്റ് വരും. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ വേരിയൻറ്റിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റിന് വ്യത്യാസം വരുന്നത്. 65 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതും കൂടെ വെച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ, അതോടൊപ്പം നമ്മുടെ ഈ ഒരു ബാറ്ററിയും കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ കിടിലൻ ഫോൺ തന്നെയായിരിക്കും. ചാർജിങ്ങിൻ്റെ കാര്യത്തിലും ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യത്തിലും. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാടധികം തെറ്റുകൾ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ഞാൻ ഈ ഒരു സംസാരിക്കുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗിന് വലിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ബിക്കോസ് എൻ്റെ തൊണ്ട എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓളമർത്തി വയ്ക്കാം. മറ്റുള്ള വീഡിയോസും കൂടെ വിസിറ്റ് ചെയ്ത് നോക്കാം. സോ അടുത്തൊരു വീഡിയോ കണ്ടുകൂട്ടാം. അടുത്ത വീഡിയോ Realme GT 2ൻ്റെ വീഡിയോ ആയിരിക്കും. Until then, this is Adyan signing off. Bye bye. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ടാറ്റ.